ഷാദിദ് ഭക്തന്റെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് അഖിൽ മാരാർ. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഒരു കൂട്ടം ആൾക്കാർ ടാർഗറ്റ് ചെയ്ത് ഒരു കോമാളിയാക്കാൻ ശ്രമിക്കുന്നു. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. നിങ്ങളെ ഒരു കോമാളിയായിട്ട് പോർട്രേ ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാർ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി പലതും കാണുമ്പോൾ തോന്നാണ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. പലരും നിങ്ങളെ കളിയാക്കാറുണ്ട്, നിലപാടില്ലാത്തൊരു വ്യക്തിയാണെന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ്? നിലപാട് കൂടുന്നതുകൊണ്ടാണ്. ഇതൊക്കെ കേട്ടിട്ട് എന്റെ വൈറ്റമിൻസ് ചോർന്ന് പോണു വിക്രമ. അവരതിൽ കേട്ട രണ്ട് കാര്യങ്ങളാണ്, ഞാൻ ബിഗ് ബോസിൽ പോകുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ പോയി എന്നുള്ളൊരു സാധനം. എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്, എവിടെ നിന്ന് കിട്ടി ഇതിനെ? പോക്കർത്തനം കാണിച്ച അമ്മച്ചി കാണാൻ ഇടിച്ചിന്റെ കൂമ്പലിക്കളെ. സത്യത്തിനൊപ്പം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡിനെയാണ് നമ്മൾ നിലപാടെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവർക്ക് അറിയില്ല എന്താണ് നിലപാടെന്നുള്ളത്. പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർബി, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് കഴിവുണ്ടല്ലോ, ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് പബ്ലിസിറ്റി ഉണ്ടാക്കാം. തന്നെ അണ്ണന് വയറിറച്ചും ബുദ്ധി തന്നെ. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. പബ്ലിസിറ്റി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് കേൾക്കേണ്ടി വരത്തില്ലല്ലോ, എന്നിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരാം. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കൂടാ, നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. കാക്കറിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ തമാശയായിട്ട് പറഞ്ഞു, എല്ലാം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ചിലതൊക്കെ എനിക്ക് ഇല്ലാതാക്കണം. അതിലൊന്നും ഞാൻ ലഹരി. ഇതൊക്കെ എപ്പോ എവിടെ വെച്ചാ ഈ പ്രവചിക്കുന്നത്? സ്ഥലം അറിഞ്ഞിരുന്നെങ്കിൽ അവിടെ വന്ന് കേൾക്കായിരുന്നു. നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. കാക്കര തന്നെ താങ്കളുടെ ഒരു മണ്ഡലമായിട്ട് താങ്കൾ മുന്നിൽ കണ്ട് പ്രവർത്തിക്കാനുള്ള എന്തെങ്കിലും പ്ലാനുകൾ അല്ലെ പദ്ധതികൾ മനസ്സിൽ വിഭാവനം ചെയ്തിട്ടുണ്ടോ? കാക്കരയിൽ നമുക്ക് ആക്ച്വലി അങ്ങനത്തെ പ്ലാനുകളോ പദ്ധതികളോ ഒന്നും തയ്യാറാക്കി പ്രവർത്തിക്കാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള ഒരു മണ്ഡലമാണ്. ഇവിടെ എന്ത് ചെയ്താലും ഒന്നും ചെയ്തില്ലെങ്കിലും കോൺഗ്രസ് ജയിക്കും. വെറുതെ ഇപ്പൊ യൂട്യൂബ് എടുത്തിട്ട് അഖിൽ മാരാർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കിനും മക്കളെ കൂടെ ഇരുത്തി പൂരത്തെറി, പിന്നെ നീ പ്രസവിച്ചിട്ടുണ്ടോ മാരാറെ, ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. അതായത് അഖിൽ മാരാറെ പറ്റിയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും കാര്യമായിട്ട് കിട്ടുന്നില്ല എന്ന് നിർത്തിയങ്ങ് അവമാനിക്കുവാണെന്ന്. ഇപ്പം വേടനുമായിട്ട് റിപ്പോർട്ട് അരുൺകുമാർ നടത്തിയ ഇന്റർവ്യൂവിൽ വേടൻ പറഞ്ഞൊരു കാര്യത്തെ പുള്ളി ശരിവെച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഇക്കണക്കിന് എങ്ങനെ ജീവിക്കാം? 100% തോക്കും ഉറപ്പുള്ള ഒരാളും ഞാൻ ജയിക്കും എന്നല്ലേ പറയുള്ളൂ. അങ്ങനെ പറയും. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്താ വാർത്ത? ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ജയിക്കും, എന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരോട് ഞാൻ ജയിക്കും, നമ്മൾ ജയിക്കും എന്നേ പറയുള്ളൂ. അപ്പൊ അങ്ങനെ നിങ്ങൾ പല സ്റ്റേറ്റ്മെന്റ്സും പറഞ്ഞു. പിന്നെ നിങ്ങൾ അരുൺകുമാറിനെ ടാർഗറ്റ് ചെയ്തൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല.